ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും പ്രണാമം. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജനരഞ്ജന യമുനാതിരാവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജനരഞ്ജന യമുനാതിരാവനചാരി. യമുനാതിരാവനചാരി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ രാം ഹരേ ഹരേ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു സ്വാമി നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനേ നമഃ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ആനന്ദകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ് കീ ജയ്. ശ്രീമദ് ഭാഗവതം കീ ജയ്. ഗ്രന്ഥരാജ് ശ്രീ ഭാഗവതം കീ ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാവോ? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭുജി, കേൾക്കാം. ദയവായി ക്ലാസ് എടുത്താലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മള് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത് ശ്ലോകം 1-ാം സ്കന്ധത്തില് 3-ാം അധ്യായം 38-ാം ശ്ലോകം. ശ്രീകൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ്. ശ്ലോകം വായിക്കാം. സവേദധാതു പദവിം പരസ്യ ദുരന്ത വീരസ്യ രഥംഗബാണേ യോ മായയാ സന്തതയാനുവൃത്യ ഭജേത തൽപാദ സരോജഗന്ധം. സവേദധാതു പദവിം പരസ്യ ദുരന്ത വീരസ്യ രഥംഗബാണേ യോ മായയാ സന്തതയാനുവൃത്യ ഭജേത തൽപാദ. ഹരേ കൃഷ്ണ. വല്ലതും പറഞ്ഞ? ഹരേ കൃഷ്ണ മാതാജി. സോറി പ്രഭുജി, കണ്ടിന്യൂ ചെയ്താലും. ഹരേ കൃഷ്ണ.
അദ്ദേഹം ഏകനായി. ഭേദ അറിയാൻ കഴിയുന്നു. ധാതു സൃഷ്ടികർത്താവിന്റെ പദവി, മഹാത്മ്യങ്ങൾ. പരസ്യ അതീന്ദ്രിയത്തെ സംബന്ധിച്ച്. ദുരന്തവീരസ്യ മഹാശക്തിമത്തായ രഥ അംഗപാണെ, രഥചക്രം കരങ്ങളിൽ വേണ്ടിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ യാ ആരൊരുവൻ അമായയാ പരിരക്ഷിച്ചു സൂക്ഷിക്കാതെ, സന്തതയാ ഇടവേളകളില്ലാതെ, അനുവൃത്തയാ അനുകൂലമായി, ഭജേത സേവനം സമർപ്പിക്കുന്നു, തത്പാദ അദ്ദേഹത്തിന്റെ പാദാംബുജങ്ങൾ, സരോജഗന്ധം കമല സുഗന്ധത്താൽ. ശ്രീല പ്രഭുപാദ്ജി കി ജയ്. വിവർത്തനം, ഭാവാർത്ഥം. വിവർത്തനം: അനിയന്ത്രിതവും സന്തതവും പക്ഷഭേദപരവുമായ സേവനം രഥചക്രപാണിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ പ്രപഞ്ച സൃഷ്ടാവിന്റെ സർവാതിശയകരങ്ങളായ സമ്പൂർണ്ണ പ്രവർത്തനങ്ങളെയും ശക്തികളെയും മഹാത്മ്യങ്ങളെയും മനസ്സിലാക്കാൻ സാധ്യമാകൂ. ഭാവാർത്ഥം: കർമ്മഫല പ്രവർത്തനങ്ങളിൽ നിന്നും മാനസിക പ്രകൽപ്പനങ്ങളിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രമാക്കപ്പെടുകയാൽ ശുദ്ധഭക്തർക്ക് മാത്രമേ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ നാമരൂപ കർമ്മങ്ങളെ ഗ്രഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. നിഷ്കളങ്കമായ ഭഗവത് സേവനത്തിലൂടെ ശുദ്ധഭക്തന്മാർക്ക് സ്വലാഭാർത്ഥം യാതൊന്നും തന്നെ ആർജിക്കേണ്ടതായിട്ടില്ല. യാതൊരു ആത്മസംവരണവുമില്ലാതെ സ്വതസ്വത്വമായ അവിത്ത സേവനം അവർ ഭഗവാന് സമർപ്പിക്കുന്നു. ഭഗവത് സൃഷ്ടിയിലുള്ള ഏവരും പ്രത്യക്ഷവും പരോക്ഷമായ സേവനം ഭഗവാന് സമർപ്പിക്കുന്നു. ഈ ഭഗവത് നിയമത്തിന് അപവാദമായി ആരും തന്നെ ഇല്ല. പരോക്ഷമായി ഭഗവാന് സേവനം സമർപ്പിക്കുന്നവർ ഭഗവാന്റെ മായ പ്രതിനിധിയുടെ സമ്മർദ്ദത്താൽ ഭഗവാനെ പ്രതികൂലമായി സേവിക്കുന്നു. എന്നാൽ പ്രത്യക്ഷമായി ഭഗവത് സേവനം സമർപ്പിക്കുന്നവർ ഭഗവാന്റെ സ്നേഹസമ്പന്ന പ്രതിനിധിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുകൂലമായി ഭഗവാനെ സേവിക്കുന്നു. അവിധ പക്ഷഭേദ സേവകൻ ഭഗവത് ഭക്തരാകുന്നു. മാത്രവുമല്ല, ഭഗവത് പ്രസാദത്താൽ, ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യത്താൽ അവർക്ക് അതീന്ദ്രിയതയുടെ അതിനിഗൂഢതലങ്ങളിൽ പ്രവേശിക്കാൻ കഴിയുന്നു. എന്നാൽ മാനസിക വിവക്ഷകന്മാർ എക്കാലത്തും അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ അന്ധപ്രചോദിതമായ അഭിനിവേശത്താൽ ശുദ്ധഭക്തന്മാർ സദാ ഭഗവാന്റെ പ്രേമയുത സേവനത്തിൽ നിരതരാകയാൽ ഭഗവാൻ സ്വയം അവരെ ആത്മസാക്ഷാത്കാര പാതയിലേക്ക് നയിക്കുന്നു. ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള രഹസ്യമാണിത്. സത്കർമ്മങ്ങളും പ്രകൽപ്പനങ്ങളും ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള യോഗ്യതകൾ അല്ല. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരുൻ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവം ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം അദ്വൈതം സാവധൂതം ഗിരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്കപ്പ ഈ ശ്ലോകത്തെ പറ്റി ഒന്ന് നോക്കാം. ഭാഗവതത്തില്
കഴിഞ്ഞ ശ്ലോകത്തോട് അനുബന്ധിച്ചുള്ള ശ്ലോകം തന്നെയാണിത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ നാമരൂപ ലീലകളുടെ അതീന്ദ്രിയ സ്വഭാവം വ്യാഖ്യാനിക്കാൻ അല്പജ്ഞാനികൾക്ക് സാധിക്കില്ല എന്നാണ്. അല്ലെങ്കിൽ ഊഹാഭോഗം നടത്തുന്നവർക്കോ അങ്ങനെ ഈശ്വരഭക്തി ഇല്ലാത്തവർക്ക് ഭഗവാന്റെ നാമരൂപങ്ങളെ പറ്റിയൊന്നും വിശകലനം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിതരാകുന്നവർക്ക് മാത്രമേ പ്രപഞ്ച സൃഷ്ടാവിന്റെ സർവാതിശയകരമായ സമ്പൂർണ്ണ പ്രവർത്തനങ്ങളെയും ശക്തികളെയും മഹാത്മ്യങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ്. അപ്പൊ ഇത് നമുക്ക് നൈമിഷാരണ്യത്തില് കൂടിയിരിക്കുന്ന മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് സൂതഗോസ്വാമി ഈ ഭഗവാന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുനിമാരുടെ അന്വേഷണത്തിന്റെ ഉത്തരമായിട്ടാണ് സൂതഗോസ്വാമി പറയുന്നത്. ഇതുവരെ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയും ഭഗവാൻ എൻ്റെ വിവരണങ്ങൾ ശ്രേഷ്ഠതയെ പറ്റി കൂടുതൽ വിവരിച്ചു കഴിഞ്ഞു. അപ്പൊ അവതാരങ്ങളെ പറ്റിയും പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അത് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അദ്ദേഹം സൂതഗോസ്വാമി ഈ അവിടെ കൂടിയിരിക്കുന്ന ഋഷിമാരുടെയൊക്കെ ചോദ്യങ്ങളൊക്കെ കേട്ട് വളരെ സംതൃപ്തനായിക്കൊണ്ട് അദ്ദേഹം അതിന് ഉത്തരങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ പറയുന്നതാണ് ഇതെങ്ങനെ ആർക്കാണ് സാധിക്കുക ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങളെ പറ്റി, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകളെ പറ്റി, ശക്തിയെ പറ്റി, ഇതൊക്കെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നിതുവരെ കഴിഞ്ഞ ശ്ലോകത്തിലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. രഥാംഗപാണിയായ ആ കൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാൻ മായയിൽ നിന്ന് മോചിതരായി നിഷ്കപടരായി അനുകൂല ഭാവത്തിൽ നിരന്തരം ഭക്തിയുത സേവനം ചെയ്യുന്നവർക്ക് മാത്രമേ ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കൂ. ഭഗവാന്റെ രൂപം, രസം, ഗന്ധം എന്ന് വേണ്ട സകല ഗുണങ്ങൾ ഭഗവാൻ പറഞ്ഞാൽ വിശദീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പാദ സരോജങ്ങളുടെ ഗന്ധം ഭക്തർ മനസ്സിലാക്കണം. അതായത് ഭക്തന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ആ രൂപം പ്രതിഷ്ഠിതമാകണം. അതാണ് ഭക്തന്മാരുടെ ലക്ഷ്യം. ഭക്തന്മാർക്ക് ശരിയായ ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാനെ എപ്പോഴും അവന്റെ ആത്മാവിൽ, അതായത് ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാക്കുന്ന അവർക്ക് മാത്രമേ ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റിയും അതുപോലെയുള്ള ഭഗവാന്റെ എല്ലാ വീരരഹസ്യങ്ങളെ പറ്റിയും ഭഗവാന്റെ എന്തൊക്കെ ഭഗവാൻ പ്രത്യേകതകളുണ്ടോ, അദ്ദേഹത്തിന്റെ ജന്മത്തെ പറ്റിയും എങ്ങനെ ജനിക്കുന്നു, എവിടെ നിന്ന് ജനിക്കുന്നു, എന്തെല്ലാം മനസ്സിലാക്കണം, ഇതൊക്കെ ഉള്ളത് അറിയണമെങ്കിൽ ശുദ്ധഭക്തനായിരിക്കണം. അത് നമ്മുടെ ഭഗവത്ഗീതയിലും ഇതിനെ പറ്റി ഒരു ചോദ്യം കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. ഭക്തിയാ ത്വനന്യാ ശക്യ അഹമേവം വിധോ അർജുന ജ്ഞാതും ശ്രേഷ്ഠും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. അർജുനനെ ഇങ്ങനെ ആ വിഷമഘട്ടത്തിൽ അദ്ദേഹം ശാരീരികമായിട്ട് കുറെ ചിന്തിച്ചു പോയ കാരണത്തിൽ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ, അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യാനുള്ള മനസ്സില്ലാതെ വന്ന സമയത്ത് അദ്ദേഹത്തെ ഉപദേശിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒരു ഭാഗത്താണ് പറയുന്നത്, പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എൻ്റെ നിഗൂഢതയിൽ പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഭഗവാനെ നമുക്ക് അടുത്തറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ഏത് സമയത്തും ഭക്തിയോടുകൂടി അദ്ദേഹത്തെ സ്മരിച്ചെങ്കിൽ പറ്റും. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ ശ്ലോകത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ എല്ലാ വീരസാഹസിക ഗുണങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അദ്ദേഹത്തെ പറ്റി ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിയായ ഭക്തനായിരിക്കണം എന്ന് പറയുന്നു. ജ്ഞാനം കൊണ്ടും ഭഗവന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്ന് ചിലർ ഊഹിക്കുന്നുണ്ട്.
പ്രത്യക്ഷമായ അറിവ് നേടിയവർക്കും ഭഗവാനെ മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ആ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ദുർഘടം പിടിച്ച കാര്യങ്ങൾ അവർ അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെക്കാട്ടും നല്ല ഭക്തിമാർഗമാണെന്നാണ് കൃഷ്ണൻ പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭക്തി നടക്കുന്ന സമയത്ത് മായ നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രവേശിക്കാറുണ്ട്. മായാദേവി ഭഗവാന്റെ തന്നെ ശക്തിയാണ് ഈ മായ എന്ന് പറയുന്നത്. ആ മായ വന്നിട്ട് നമ്മുടെ ഈ പ്രവൃത്തിയെ നിരന്തരം തെറ്റിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചില സമയത്ത് ചിലർക്ക് തോന്നും ഭഗവാൻ നിരാകാരനാണ്, പിന്നെ എന്തിനാ കാണാൻ ശ്രമിക്കുന്നത്, അപ്പൊ രൂപമില്ലാത്ത ആളിനെ കാണേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയുള്ള വിചാരം ചിലർക്ക് ചില സമയത്ത് ഉണ്ടാകാറുണ്ട്. അതൊക്കെ മായയുടെ പ്രഭാവം കൊണ്ടുണ്ടാകുന്നതാണ് ഈ ശ്ലോകത്തോടെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. മായയിൽ നിന്ന് മുക്തനാകണമെങ്കിൽ ഭഗവാൻ വിചാരിച്ചെങ്കിലേ പറ്റൂ. ഇങ്ങനെ ചില ദുർനിമിത്തങ്ങൾ നമുക്ക് തോന്നുന്നതും കാണുന്നതും ഒക്കെ ഈ മായ നമ്മൾ പ്രവേശിക്കുന്ന സമയത്താണ്. എപ്പോഴും ഭഗവാന്റെ ശ്രവണവും കീർത്തനവും പ്രവൃത്തിയും നോക്കണം. അതായത് ശ്രവണവും കീർത്തനവും ഇത് നമുക്ക് ഈ ഭക്തിമാർഗം വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രവണം എന്ന് പറയുന്നത് ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ ജന്മകർമ്മങ്ങള്, ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം. പക്ഷെ കേൾക്കുന്നതും അതിനും ചില വിധികളൊക്കെ ഉണ്ട്. എല്ലാവരിൽ നിന്നും അത് പണത്തിന് വേണ്ടി ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരിൽ നിന്നും ഇത് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശ്രവണം ആധികാരികമായ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള വിവർത്തനങ്ങളായിരിക്കണം നമ്മൾ ശ്രവിക്കേണ്ടത്. അതുപോലെ തന്നെ ഗുരുപരമ്പരയിൽ കൂടെ വന്നിട്ടുള്ളവരുടെ വിശകലനങ്ങൾ നമ്മൾ കേൾക്കാൻ സാധിക്കും പാടുള്ളൂ. അല്ലാതെ നിരീശ്വരവാദികളുടെയോ അല്ലെങ്കിൽ പണം വെച്ച് നടത്തുന്ന പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ അതുകൊണ്ട് പ്രയോജനം ഇല്ല എന്നാണ് പറയുന്നത്. ഭഗവത് സേവന നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ ഈ ശ്ലോകത്തില് ഭഗവാന്റെ വിധാത എന്ന് പറയുന്നുണ്ട്. അതേപോലെ ചതുർമുഖനും വിധാതാവ് എന്ന് പറയാറുണ്ട്. വിധാത എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവാണെന്ന അർത്ഥം. അപ്പൊ അങ്ങനെ സൃഷ്ടികർത്താവ് നമ്മളെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയാണ്. വിധാത എന്ന് പറഞ്ഞാൽ ചതുർമുഖൻ, അതായത് ബ്രഹ്മാവിനും വിധാതാവ് എന്ന് പറയാറുണ്ട്. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രഥാംഗപാണി എന്ന് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ പാദകമലങ്ങളിൽ കമലത്തിന്റെ ഗന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോലോക വൃന്ദാവനത്തിൽ അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത് താമരയുടെ മധ്യത്തിലായതിനാൽ അവിടെ നിന്ന് എപ്പോഴും അദ്ദേഹത്തിന്റെ പാദകമലങ്ങളിൽ ഈ ഗന്ധം ഉൾക്കൊള്ളുന്നുണ്ട്. അതിനാൽ അതാണ് പാദകമലങ്ങളുടെ കമല ദള ഗന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ ഗന്ധം മനസ്സിൽ ഉറപ്പിക്കണം. ഭഗവാന്റെ പാദങ്ങളുടെ ഗന്ധം, അതായത് പാദങ്ങളെ ഭഗവാൻ ഭക്തന്റെ മനസ്സിൽ ഉറപ്പിക്കണമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. രഥാംഗവാണി എന്ന് പറയുന്നു. രഥാംഗവാണി എന്ന് പറഞ്ഞ ആ കഥയെപ്പറ്റി നമുക്കറിയാം. രഥാംഗവാണി എപ്പോഴാണ് ഭഗവാൻ രഥത്തിന്റെ കാല് ചക്രം എടുത്ത് പിടിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭാഗവതത്തിൽ അത് ശരിയായിട്ടും വിവരിക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഭീഷ്മദേവൻ ഭഗവാൻ ചെയ്തിരുന്ന സത്യം ശരിയാകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭീഷ്മർ കൊടുത്തിരുന്ന സത്യം ശരിയാകാൻ വേണ്ടിയിട്ട്, അതായത് അദ്ദേഹത്തിന്റെ ആയുധം എടുപ്പിക്കാൻ വേണ്ടിയിട്ട്, ആയുധം എടുക്കുകയില്ലെന്ന് ശ്രീകൃഷ്ണൻ ശപഥം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആയുധം എടുപ്പിക്കുക എന്ന് ഭീഷ്മർ ശപഥം ചെയ്തിരുന്നു. ഇത് രണ്ടും നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ഭീഷ്മർ ഭയങ്കരമായ യുദ്ധം ചെയ്യുന്നു. ആ സമയത്തെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ആ സമയത്ത് അർജുനന്റെ മേൽ ഇങ്ങനെ അമ്പ് കൊണ്ട് വളരെ സഹിക്കാൻ വയ്യാതായി കൃഷ്ണനെ കാണുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങിയിട്ട് ഭീഷ്മരെ
വകവരുത്തുന്നതിന് വേണ്ടി രഥത്തിന്റെ ചക്രം എടുത്തുകൊണ്ട് ചെല്ലുന്ന ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തില്. അതുകൊണ്ടാണ് രഥാംഗപാണി എന്ന് പറയുന്നത്. ആ ഭീഷ്മരെ കൊല്ലുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശപഥം മനസ്സിൽ ചിന്തിക്കാതെ അർജുനനെ രക്ഷിക്കാൻ വേണ്ടി രഥത്തിന്റെ ചക്രം എടുത്തുകൊണ്ട് ചെല്ലുന്ന ഒരു കഥ, ഒരു പദ്യം നമ്മുടെ ഭാഗവതത്തിലുണ്ട്. അതിനെ പറ്റിയാണ്, അതുകൊണ്ടാണ് രഥാംഗപാണി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം രണചോർ എന്ന് പറയുന്നുണ്ട് കൃഷ്ണനെ പറ്റി, മക്കൻ ചോർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൃഷ്ണന് അനവധി പേരുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ കൃഷ്ണനെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യിപ്പിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്നെങ്കിൽ മാത്രമേ ഭഗവാന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പറയുന്നുണ്ട്, ശുദ്ധഭക്തർക്ക് മാത്രമേ ഭഗവാന്റെ കാര്യങ്ങൾ, ശുദ്ധഭക്തർ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാർത്ഥമോഹങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് മുക്തിയോ മോക്ഷമോ ധനമോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ആ ശുദ്ധഭക്തർക്ക് മാത്രമേ ഭഗവാന്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ അനേക ഗുണങ്ങളുണ്ട്, വിശേഷതമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ശുദ്ധഭക്തരെ പറ്റി നമ്മുടെ ചൈതന്യ ശിക്ഷാമൃതത്തിൽ പറയുന്നുണ്ട്. ശുദ്ധഭക്തരുടെ ഒരു ലക്ഷണം എങ്ങനെയായിരിക്കണം ശുദ്ധഭക്തർ എന്നുള്ളത്. അതിനെപ്പറ്റി ഞാൻ ഒന്ന് വായിക്കാം ഒരു പ്രാവശ്യം. ഒരു ഭക്തൻ എല്ലായ്പ്പോഴും എല്ലാവരോടും കരുണയുള്ളവനായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് നമുക്കറിയാവുന്നതാണെങ്കിലും ഒരു ഓർക്കുന്നതിന് വേണ്ടി ആധ്യാത്മികമായുള്ള ജീവിതത്തിന്റെ അന്തസ്സത്തിലാണ് അയാൾ എല്ലാവരോടും സമഭാവനയുള്ളവരാണ്. അയാൾ എല്ലാവരോടും സമഭാവനയുള്ളതാണ്. ഈ ശുദ്ധഭക്തന്റെ കാര്യമാണ്. ആർക്കും അയാളെ കുറ്റം കാണുവാൻ സാധ്യമല്ല. അയാളുടെ ഉദാരമായ മനസ്സ് എല്ലായ്പ്പോഴും ഉന്മേഷപൂർണവും ശുദ്ധവും ഭൗതിക വ്യാകുലതകളില്ലാത്തതുമാണ്. അയാൾ എല്ലാ ജീവസത്തകൾക്കും നന്മ ചെയ്യുന്നവനും ശാന്തനും സദാ കൃഷ്ണന് ആത്മാർപ്പണം ചെയ്തവനുമാകുന്നു. അയാൾക്ക് ഭൗതിക മോഹങ്ങളൊന്നുമില്ല. അയാൾ വളരെ താഴ്മയുള്ളവനും തന്റെ ലക്ഷ്യത്തിൽ സ്ഥിരതയുള്ളവനുമാണ്. അയാൾ എല്ലായ്പ്പോഴും കാമക്രോധാദിയായ ഭൗതിക സ്വഭാവങ്ങളുടെയും മേൽ വിജയം വരിച്ചവനാണ്. അയാൾ ആവശ്യത്തിലധികം ഭക്ഷിക്കുന്നില്ല. അയാൾ എല്ലായ്പ്പോഴും സ്വബുദ്ധിയുള്ളവനും അന്യരെ ബഹുമാനിക്കുന്നവനുമാണ്. എന്നാൽ അയാൾ തനിക്കായി ബഹുമാനം ആവശ്യപ്പെടുന്നില്ല. അയാൾ ഗംഭീരനും കൃപാലുവും സഹൃദയനും കവിത്വമുള്ളവനും വിദഗ്ധനും മൗനിയുമായി ഇരിക്കും അത്രേ. അപ്പൊ ഇതാണ് ശുദ്ധഭക്തർ. ഇങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് ശുദ്ധഭക്തർക്ക് മാത്രമേ ഭഗവാന്റെ ഗുണം. കാരണം അവർക്ക് പ്രത്യേകതമായ യാതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഭഗവാന്റെ ചിന്ത മാത്രമാണ് ഏതവസരത്തിലും. അങ്ങനെ ഉള്ള ശുദ്ധഭക്തർക്കും ഭഗവാന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ പരിശുദ്ധനാമം, ലീലകൾ, ഗുണങ്ങൾ, ശക്തി തുടങ്ങിയവ എല്ലാം ഇതുപോലുള്ള ശുദ്ധഭക്തർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മളുടെയും ഭക്തി ഉയർത്തണം. എല്ലാവരുടെയും പിന്നെ ചില കാര്യങ്ങൾ പറയാനുള്ളത്, എല്ലാവരുടെയും മനസ്സിലും അതാത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. അതായത് ഈ ബ്രഹ്മത്തെ പറ്റി ആരാണ് ഇതിന്റെ സൃഷ്ടികർത്താവ്, ഈ സൃഷ്ടി മൊത്തം നിർവഹിച്ചത് ആരാണ്, ഭഗവാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഭഗവാന്റെ അതൊക്കെ അറിയാനുള്ള ജിജ്ഞാസ എല്ലാ മനുഷ്യരിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെ അറിയുന്നതിന് വേണ്ടി ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ഭഗവത് ഭക്തി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഭഗവാന്റെ വിരാട രൂപത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലോകത്തിലുള്ള സൃഷ്ടി മൊത്തം ആ വിരാട് രൂപത്തിൽ കാണിക്കുന്നുണ്ട്. സാങ്കല്പികമാണ്, അത് ഭൗതികമാണെന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് ഭഗവാന്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാൻ, അതായത് ഭഗവാൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, സർവ്വതും ഭഗവാന്റെ തന്നെയാണ്, എല്ലാം സൃഷ്ടിച്ചതും ഭഗവാനാണ്. അപ്പൊ അങ്ങനെ ആ വിരാട് രൂപത്തെ നമുക്ക് മനസ്സിൽ വിചാരിക്കാൻ കഴിയുകയാണെങ്കിൽ ഭഗവാന്റെ രൂപവും അവിടെ കാണാൻ പറ്റും. എവിടൊക്കെയാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഭഗവാൻ ഉള്ളത്, എവിടെയാണ് ഉള്ളത്, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ എന്തുവാ, ജനനം, മരണ,
ആവിർഭാവവും തിരോധാനവും ഒക്കെ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ശുദ്ധവൽക്കരക്ക് സാധിക്കുമെന്ന് പറയുന്നു. അപ്പൊ അതാണ് ഭഗവാനെ മനസ്സിലാക്കുന്നതിന് എല്ലാവർക്കും ഉള്ള ജിജ്ഞാസ ഉണ്ട്, അത് നടത്തിയിരിക്കണം. സൂര്യനെ എല്ലാവർക്കും കാണാം, ചന്ദ്രനെയും കാണാം, ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയിൽ വരുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ എന്ന് വേണ്ട നക്ഷത്രങ്ങൾ, അനേകായിരം പ്രപഞ്ചങ്ങള്, അനേകായിരം ഗ്രഹങ്ങൾ, ഈ ഭൂമി മാതിരി ഉള്ള ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഉന്നത ഗ്രഹങ്ങള്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രഹങ്ങൾ എത്ര ഉണ്ടെന്നും എവിടെല്ലാമാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മാണ്ടങ്ങള്, എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അനേകായിരം ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ പ്രപഞ്ചം ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ അതൊക്കെ ആരുടെ മഹാത്മ്യം കൊണ്ടാണ്? ഭഗവാനാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ഓരോന്നിനും സഞ്ചരിക്കാനുള്ള അനേകായിരം ഗ്രഹവ്യൂഹങ്ങൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാന്റെ ഒരേ ശക്തി കൊണ്ട് മാത്രമാണ്. ആ ശക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. ഭക്തന്മാർക്ക് കാണാൻ സാധിക്കുന്നു ഈ കാര്യങ്ങൾ. ശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നു. എപ്പോഴാന്ന് വെച്ചാൽ അവർക്ക് ഭക്തിയുടെ പാരമ്പര്യയിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ജ്ഞാനശക്തി, ഭഗവാനെ കാണാനുള്ള ശക്തി കൊടുക്കുന്നു. അപ്പൊ ആ സമയത്ത് ശരിയായ ഭക്തർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ വിവക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ശക്തിയെപ്പറ്റി അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശക്തിയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് മായയെപ്പറ്റി ഇവിടെ നിന്ന് പറഞ്ഞു. മായ, ഭഗവാന് രണ്ടു വിധത്തിലുള്ള മായയുണ്ട്. ഒന്ന് അല്ല, ശക്തിയെപ്പറ്റി മായ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തി. അപ്പൊ ശക്തിയെപ്പറ്റി മനസ്സിലാക്കണം. ഭഗവാന്റെ ശക്തികൾ പ്രധാനമായും 3 വിധത്തിലുണ്ട്. അനേകായിരം ശക്തികളുണ്ട് ഭഗവാനെങ്കിലും ഇവിടെ നമുക്ക് ഒരു ചെറിയ നമുക്ക് മനസ്സിലാക്കി. ഈ മായ എന്ന് പല പ്രാവശ്യം പറഞ്ഞ ആ മായയെ പറ്റി ഒന്ന് നോക്കാം. എവിടെയാണ്? അന്തരംഗ ശക്തി, പരാശക്തി, പരാപ്രകൃതി എന്ന് പറയും. ഭഗവാന്റെ സ്വന്തം ശക്തിയാണ് അന്തരംഗ ശക്തി. തടസ്സ ശക്തി ജീവാത്മാക്കൾ, ബഹിരംഗ ശക്തി അപരാശക്തി എന്ന് പറയും. മായ, അവിടെ ഉണ്ട് മായ. ദുർഗാദേവിയാണ് ഇവിടുത്തെ മായ, അതായത് മഹാമായ എന്ന് പറയും. ആ മഹാമായാണ് നമ്മുടെ ഈ ഭൂലോകത്തെ നിയന്ത്രിക്കുന്ന ദുർഗ. നമ്മുടെ ഈ പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ ഭൗതിക ലോകത്തിന്റെ നിയന്ത്രക മഹാമായ തന്നെയാണ്. അപ്പൊ അങ്ങനെ ദുർഗാദേവി എന്ന് പറയും. അത് പിന്നെ പരാശക്തിക്ക് 3 വിധത്തിലുള്ള ശക്തികളുണ്ട്. സംവിത് ശക്തി യോഗമായ ആണ്. സന്ധിനി ശക്തി ബലരാമന്റെ നേതൃത്വത്തിലുള്ള. പ്ലാഹിനി ശക്തി ശ്രീമതി രാധാണി. ആനന്ദം ഭഗവാനും ജനങ്ങൾക്കും ഭഗവത് ഭക്തർക്കും ആനന്ദം നൽകുന്ന ദേവിയാണത്. അപ്പൊ ഇങ്ങനെ ശക്തിയെപ്പറ്റി പറയുമ്പോൾ പല തരത്തിലുള്ള ശക്തിയുണ്ട്. അപ്പം പറയാൻ കാര്യം ഇവിടെ മായ നമ്മളെ പിടിക്കുന്ന മായ എന്ന് പറയുന്ന മഹാമായ. ഈ മഹാമായയും ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഭഗവാൻ ഏത് വിധത്തിൽ ബഹിരംഗ ശക്തി ആയാലും ശരി, ഭഗവാൻ അതിനെ അന്തരംഗ ശക്തിയാക്കി മാറ്റി ഭഗവാന്റെ ഭാഗത്തേക്ക് നമ്മുടെ ഈ തെറ്റിപ്പോയ ജീവാത്മാക്കളെ ഭഗവാന്റെ ഭാഗത്തേക്ക് വരുത്തുന്നതും ഈ മായാശക്തിയാൽ ഭഗവാൻ ചെയ്യിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ നമുക്ക് ഭഗവാനെ കാണണമെങ്കിൽ തന്നെ ഈ മായയിൽ നിന്ന് മുക്തരാകണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മായയുടെ ഒരു ചെറിയ വിവരണം മാത്രമേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമുക്ക് ഭഗവാന്റെ പ്രവർത്തനം, ശക്തിയെപ്പറ്റി പറഞ്ഞു. ഭഗവാന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഭഗവാൻ തന്നെയാണ്. നമുക്കറിയാം, ഈ ഭൗതിക ലോകത്തില് ഒരു വ്യക്തിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ഭഗവാൻ എന്നിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞായെങ്കിൽ പോലും ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ അവരെയും സംരക്ഷിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഈ ഭൗതിക ലോകത്തിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാ ജീവികളെയും, അതായത് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാ 84 ലക്ഷം ജീവികളെയും സംരക്ഷിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ശുകദേവ ഗോസ്വാമിയും അതുപോലെ തന്നെ വ്യാസദേവ ഭഗവാനും അതുപോലെ തന്നെ നമ്മുടെ പ്രഭുപാദർജിയും ഒക്കെ
ഈ ഭഗവാൻ ഇത്ര മഹാത്മ്യങ്ങൾ കൊടുക്കുന്നതും ഭഗവാന്റെ കാര്യങ്ങള് പൊതുജനങ്ങള്, അതായത് ഈ ജീവാത്മാക്കൾക്ക്, മറ്റ് ജീവാത്മാക്കൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ മനുഷ്യ രൂപത്തിലുള്ളവർക്ക്, മറ്റുള്ളവർക്കൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാനോ കണക്കാക്കാനോ ഉള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ വയ്യല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവാത്മാക്കൾക്ക് വേണ്ടുന്ന സഹായം, അതായത് ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ വ്യാസദേവനും അതുപോലെ തന്നെ സുഖദേവ മഹർഷിയും അതുപോലെ നമ്മുടെ അദ്ദേഹത്തിന്റെ രചിതമായ ഭാഗവതമൊക്കെ നമ്മുടെ ഭാഷയിൽ തർജ്ജമ ചെയ്ത്, അതായത് ഇംഗ്ലീഷിൽ തർജ്ജമയും ചെയ്തിട്ട് പിന്നെ നമ്മുടെ മഹാന്മാർ അത് മലയാളത്തിലാക്കി തന്നു. അതുകൊണ്ടാണ് എന്നെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ പറയാനെങ്കിലും സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് അനുഭവിച്ച ആ തപസ്സിന്റെ ഗുണമായിട്ട് നമുക്ക് ഭാഗവതത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ പറ്റി സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിൽ അവര് ഭാഗവതം പോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ, അതായത് ഭാഗവതം, ഭഗവത്ഗീത, രാമായണം, ഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങൾ അവർ ഉണ്ടാക്കി തന്നു. അത് ഭഗവാന്റെ ഭക്തർ തന്നെയാണ്. പക്ഷേ നമ്മളെക്കാട്ടിൽ ഉയർന്ന വിധത്തിലുള്ളവരാണ് അവര്, ദേവന്മാർക്ക് തുല്യമുള്ളവരാണ് എന്നുകൂടി മനസ്സിലാക്കണം. അദ്ദേഹം പ്രഭുപാദർജി ആ സംസ്കൃതത്തിലുള്ളത് ഇംഗ്ലീഷിൽ പരിഭാഷ ചെയ്തിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് ആർക്കെങ്കിലും അതിനെപ്പറ്റി ഗ്രഹിക്കാൻ കഴിയുമായിരുന്നു. ഈ ലോകത്തിൽ എല്ലാ ഭാഗത്തും നമ്മുടെ കൃഷ്ണാവബോധ സമിതിയുണ്ട്. അതിനൊക്കെ കാരണക്കാരൻ പ്രഭുപാദർജിയാണ്. അദ്ദേഹത്തിന്റെ ദയാൽ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് നമുക്ക് പ്രാപ്തമാക്കി. അതിനാൽ സാധാരണക്കാരായ നമ്മളെ പോലുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതൊക്കെ എല്ലാം ഭഗവാന്റെ ശ്രേഷ്ഠത തന്നെയാണ്, ഭഗവാന്റെ വിശേഷ ഗുണങ്ങൾപ്പെട്ടതാണ്. ഇതെല്ലാം തന്നെ ഭഗവാന്റെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ ഇതാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് പഠിക്കാൻ ജീവാത്മാക്കൾക്ക് വൈമനസ്യം വരുന്നുണ്ട്. അത് പഠിക്കാൻ ഇന്നലെ ഒരു ലെക്ചറിൽ കേട്ടതാണ്. ഭാഗവതം, ഈ ഇത്രയും പരിശുദ്ധമായ ഭാഗവതം ഓരോ വീട്ടുകളിലും കൊണ്ടെത്തിക്കുമ്പോൾ അവരെ പറയും, എനിക്ക് കൃഷ്ണനെ പറ്റി അറിയാം, എനിക്ക് വ്യാസദേവനെ പറ്റി അറിയാം, അങ്ങനെ എനിക്ക് ഭഗവാനെ പറ്റി അറിയാം, എല്ലാം അറിയാം, അതുകൊണ്ട് നമുക്കിപ്പോൾ ആവശ്യമില്ലെന്ന്. അപ്പൊ അങ്ങനെ ഉള്ളവരെ ബോധവാന്മാരാക്കി ഈ പുസ്തകങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് അതൊരു പ്രവൃത്തിയും, അത് ഭഗവാന്റെ ഒരു സേവനം തന്നെയാണ് ഈ പ്രവൃത്തിയും. അപ്പൊ അങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ പോലും അവരത് വാങ്ങിക്കാൻ വിമുഖത കാട്ടുന്നു എന്ന് ഇന്നലെ ഒരു ആചാര്യന്റെ പ്രഭാഷണത്തിൽ കേട്ടതാണ്. ഇന്നലെ അല്ല, കുറെ കാലമായി. അപ്പൊ അതിനൊക്കെ നിർവഹിക്കുന്നത് ചൈതന്യ മഹാപ്രഭു പറയുന്നു, സാധുക്കളുടെ കർത്തവ്യം സാധാരണക്കാരെ ജാഗ്രതാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ജീവജാഗോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളെ ബംഗാളിലുള്ള ഓരോ ഗ്രഹങ്ങളിലും അയച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പം ഭഗവാൻ കൃഷ്ണന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ആ ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ ഇവിടെ എത്തി ഇതിനെപ്പറ്റി വിപുലമായ രീതിയിൽ പ്രചരണം നടത്തി. അതുകൊണ്ട് ഇന്ന് ലോകം മൊത്തം ഹരേ കൃഷ്ണ പ്രസ്ഥാനം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അത് എന്നിട്ട് പോലും ഈ ജീവാത്മാക്കൾ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ആ പ്രതിവിധി ഇവിടെ ഉണ്ടായിട്ട് പോലും അതിനെ നിരുത്സാഹ രൂപം പൂർവം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടൊന്ന് കാണുന്നതായിട്ട് അദ്ദേഹം ഇന്നലെ ആ പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടു. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള ഈ ജീവാത്മാക്കളെ പല വിധത്തിലുള്ള ജാഗ്രത ആക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ബോധവാന്മാരാക്കി ശരിയായ ഭക്തന്മാരാക്കിയെങ്കിൽ മാത്രമേ ഈ ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റി അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. സാധാരണക്കാർ പറയുന്ന കൃഷ്ണനെ അറിയാം, കൃഷ്ണന് 1,108 ഭാര്യമാരുണ്ടായിരുന്നു, അദ്ദേഹം അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു, വൃന്ദാവനത്തിൽ കേളികളാടി, അതൊക്കെ നമ്മളെ ഭൗതികമായിട്ട് അവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത്. അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതിനെപ്പറ്റി മനസ്സിലാകണമെങ്കിൽ അവർക്ക് ഭക്തി ഉണ്ടാകണം. ഭക്തി ഉണ്ടായെങ്കിൽ മാത്രമേ ഭഗവാന്റെ ലീലകളെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പം സാധാരണക്കാർക്കൊക്കെ തന്നെ
ഈ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് കൃഷ്ണാവബോധം ഉണ്ടാവൂ. ആ കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ പറ്റി അറിയാൻ പറ്റൂ എന്നാണ് ഈ ശ്ലോകത്തിൽ ഉടനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഭഗവാനെ അറിയുന്നവരിൽ നിന്നും ശ്രവിക്കണം ശ്രവണങ്ങൾ. അപ്പൊ അങ്ങനെ ഈ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ശ്രവിക്കേണ്ടത് അങ്ങനെ ഭഗവത് ഭക്തരിൽ നിന്ന് ആയിരിക്കണമെന്ന് വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. അതേ സമയത്ത് വൈഷ്ണവരുടെ ഗുണത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. മഹാജനങ്ങളെ പറ്റി നമുക്കറിയാമല്ലോ, മഹാജന്മാർ. അതിലെ ഏറ്റവും മഹാജൻ നമ്മുടെ ഒരു യമരാജൻ മഹാജനങ്ങളിലെ ഏറ്റവും അവസാനത്തെ ആൾ നാമം ആണെന്ന് തന്നെ അദ്ദേഹം തന്നെ പറയുന്നത്. കാരണം വൈഷ്ണവന്റെ ഗുണമാണ് എപ്പോഴും എളിമ കാണിക്കുക എന്നുള്ളത്. ഏതൊരു സ്ഥലത്തിലും തൃണാദവീസനീജേന തരോരവീസകൃഷ്ണ അമാന്യമാനദേന കീർത്തനി യസദഹരി എന്ന് പഠിച്ചിട്ടുള്ള മാതിരി ഏതവസരത്തിലും നമ്മൾക്ക് ആ എളിമ ഉണ്ടായിരിക്കണം. എത്ര തന്നെ വിദ്യാസമ്പന്നരായാലും ശരി, നമ്മൾ എത്ര തന്നെ ഉയർന്ന് അങ്ങോട്ട് ഭഗവാന്റെ തലത്തിൽ തന്നെ എത്തിയവരായാലും ശരി, അവരെ എളിമ കാണിക്കണം. നമ്മുടെ ആചാര്യന്മാരൊക്കെ തന്നെ അതേമാതിരി ഉള്ളവരാണെന്ന് നമുക്ക് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അതുപോലെ വൈഷ്ണവ ഗുണത്തിന്റെ ഒരു പ്രധാനമാണ് എളിമ. അപ്പൊ അതിനെ ആ എളിമയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാണ് നമ്മുടെ ധർമ്മദേവൻ. അതായത് അദ്ദേഹം മഹാജനിൽ ഉൾപ്പെട്ടതാണെങ്കിലും ശരി, അദ്ദേഹം പറയുന്നത് ഞാൻ ഏറ്റവും താഴ്ന്ന ഭാഗത്താണ് ഇരിക്കുന്നത്. അതായത് എല്ലാവരിലും ഇളയവനായിട്ട്, എല്ലാവരെയും താഴ്ന്നവനായിട്ട് ഞാൻ അവസാനത്തെ പേരിലാണ് എൻ്റെ പേര് വരുന്നത് എന്ന് പറയുന്നുണ്ട്. മായയെ പറ്റി നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഭഗവാന്റെ മായാശക്തി തന്നെ ഭഗവാന്റെ ശക്തി തന്നെയാണ് മായ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് മായാമുക്തനായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കൂ. അങ്ങനെ മായാമുക്തരായവർ ഈ രാധാംഗപാണിയുടെ പാദകമലങ്ങളിൽ സേവനം, പരിശുദ്ധ ഭഗവത് ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മളോട് പറയുന്നത്. അത് മാത്രമല്ല, ഭഗവത്ഗീതയിലും ഈ ശ്ലോകം 9:14 പറയുന്നുണ്ട്. സതതം കീർത്തയന്തോ മാം യദന്തശ്ച നമസന്ധ്യം മാം ഭക്ത്യ നിത്യയുക്ത ഉപാസതേ. എല്ലായ്പ്പോഴും എൻ്റെ കീർത്തൽ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചുകൊണ്ടും എൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കുന്ന മഹാത്മാക്കൾക്കാണ് ഇവിടെ ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാന്റെ വിശേഷതകളെ പറ്റിയൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ഭക്തനാകണമെങ്കിൽ നിരന്തരം സതതം കീർത്തയന്തോ മാം, ഭഗവാനെ കീർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഏതവസരത്തിലും ഉറക്കത്തിലും ഒക്കെ തന്നെ. അങ്ങനെയുള്ളവരാണ് ശ്രേഷ്ഠ ഭക്തന്മാരായി മാറുന്നതും ഭഗവാനെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മളും ഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഭക്തിയുടെ ആ തലത്തിലോട്ട് ഇതുവരെ ഉയർന്നിട്ടില്ല. നമ്മൾക്ക് എന്നെ പോലുള്ളവരെ ഇതുവരെ ഒന്നും ഭക്തിയായിട്ട് ഉയർന്നിട്ടില്ല. നമ്മളിപ്പോഴും ഭൗതികമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭൗതികതയിൽ ഇതുവരെ നമ്മൾ ആകൃഷ്ടരായിരിക്കുന്നു. ആ ഭൗതികതയിൽ നിന്ന് മുക്തരാകാത്തോളം കാലം നമുക്ക് ഭഗവത് ഭക്തി ഉണ്ടാകാൻ പ്രയാസമാണ്. ഭഗവത് ഭക്തി ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ശുദ്ധഭക്തന്മാരായ ആളുകളെ പോലെ ആകാൻ പ്രയാസമാണ്. ശുദ്ധഭക്തി ആകണമെങ്കിൽ സത്വഗുണത്തിൽ നമ്മൾ വീഴണം. സത്വഗുണം 3 ഗുണങ്ങളുള്ളതിൽ സത്വഗുണത്തിലുള്ളവർക്ക് മാത്രമേ ശുദ്ധഭക്തിയിലോട്ട് കയറാൻ സാധിക്കൂ എന്നുള്ളത് കഴിഞ്ഞ ഒരു ശ്ലോകത്തിലും പറഞ്ഞതാണ്. പിന്നെ പറയുന്നുണ്ട് ഭഗവാന്റെ സേവനം പ്രതികൂല ഭാവത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. പ്രതികൂല ഭാവം എന്ന് പറഞ്ഞാൽ ശിശുപാലൻ ചെയ്ത മാതിരി. ശിശുപാലനെ അറിയാമല്ലോ, ഏത് സമയത്തും കൃഷ്ണനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നു. അതേമാതിരി
നമ്മുടെ കംസൻ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതുലനായ കംസൻ എല്ലാ അവസരത്തിലും കൃഷ്ണനെ കൊല്ലണം എന്നുള്ള ചിന്ത. പക്ഷേ അവർക്ക് ആ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അത് 24 മണിക്കൂറും അവരുടെ മനസ്സിൽ ഈ ചിന്തയുള്ളായിരുന്നു, കൃഷ്ണനെ പറ്റിയുള്ള. അപ്പൊ അങ്ങനെ പ്രതികൂല ഭാവത്തിലും ഭഗവാനെ സേവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭഗവത് ഭക്തിയുത സേവനം നടത്തിക്കൊണ്ടിരിക്കുക. അതും ഒരു ഭക്തിയുത സേവനം എന്ന് പറയുന്നു. ശിശുപാലന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശിശുപാലൻ എന്ന് പറഞ്ഞതേ ഉള്ള. അനുകൂല ഭാഗത്തിൽ ഗുരുവിന്റെ നിർദ്ദേശാനുസരണം സേവ ചെയ്യണം. ഏതൊരു വ്യക്തിക്കും ഒരു ഗുരു ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഭഗവത് പ്രേമത്തിൽ എത്താൻ സാധിക്കാതെ വരും. അതായത് നമ്മുടെ ഭാഗവതം പഠിക്കുമ്പോഴും പറയുന്നത് അതാണ്, ഗുരു ഇല്ലാതെ ഭാഗവതത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഭക്തിയിൽ വരണമെങ്കിൽ നമുക്ക് ഗുരു ഉണ്ടായിരിക്കണം. ഗുരുവിന്റെ ശിക്ഷണം അനുസരിച്ച് നമ്മൾ പ്രവർത്തനം ചെയ്തെങ്കിൽ നമുക്ക് ഭക്തിയുത ഭഗവത് സേവനം ശരിക്ക് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ ഭക്തിയുത സേവനത്തിന്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ നമുക്ക് ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യണം. ശക്തി നമ്മളെ തടസ്സ ശക്തിയാണെന്ന് പറഞ്ഞു. തടസ്സ ശക്തി എന്ന് പറയുന്നത് ഏത് സമയത്തും ഏതിലോട്ടും മാറാം എന്നുള്ള ഒരു ഇത്. അതായത് അന്തരംഗ ശക്തിയുണ്ട്, ബഹിരംഗ ശക്തിയുണ്ട്. ആ ബഹിരംഗ ശക്തിയിലും മാറാം, അന്തരംഗ ശക്തിയിലോട്ട് മാറാം. അപ്പൊ അതിനെല്ലാം ഭഗവാന്റെ കടാക്ഷം. അത് നേരത്തെ പറഞ്ഞാണ് നമ്മള് മായയുടെ കാര്യം പറഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മായയിൽ നിന്ന് മോചിതരാകാം. അങ്ങനെ നമ്മള് ഈ ബാഹ്യശക്തിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഭൗതിക ലോകത്തിൽ നടക്കുന്നവരൊക്കെ തന്നെ. അതുപോലെ ആ ഭൗതിക ശക്തിയിൽ നിന്നും മാറണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഭഗവാന്റെ അന്തരംഗ ശക്തിയിലോട്ട് മാറാം. ഭഗവാന്റെ അന്തരംഗ ശക്തിയിലോട്ട് മാറുമെങ്കിൽ നമ്മുടെ പ്രവർത്തികളൊക്കെ തന്നെ സത്വഗുണത്തിലുള്ളതായിരിക്കും. അങ്ങനെ സത്വഗുണത്തിലോട്ടുള്ള പ്രവർത്തനം കൊണ്ട് നമുക്ക് ഭഗവാന്റെ ശരിക്കും ശുദ്ധഭക്തരാകാൻ സാധിക്കും. ആ ശുദ്ധഭക്തിയിൽ കൂടെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഭഗവദ്ധാമത്തിൽ നമുക്ക് എത്തുന്നതിന് ഈ ശുദ്ധഭക്തി അത്യാവശ്യമാണ്. നമ്മുടെ ലക്ഷ്യം, അതായത് ജീവാത്മാക്കളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് ഭക്തിയുത സേവനം എവിടെയും ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ സന്തത സെക്രട്ടറിയായി തന്നെ പോകണമെന്നും ആണ് ഭഗവാൻ നമ്മുടെ ചുമതല. അതുകൊണ്ട് ഈ ഭക്തിയുത ഭഗവത് സേവനം എപ്പോഴും ഒരു ഗുരുവിന്റെ നിർദ്ദേശാനുസരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ ധാമത്തിലേക്ക്, ആ പരംധാമത്തിലേക്ക് സൂര്യ ചന്ദ്രന്മാരില്ലെങ്കിലും എപ്പോഴും വെട്ടിത്തിളങ്ങുന്നതായ വെളിച്ചത്തിലേക്ക്, വെളിച്ചം കൊണ്ട് പ്രവർത്തിക്കുന്നതായ, വെളിച്ചം അനുഭവപ്പെടുന്നതായ ആ ഗോലോക വൃന്ദാവനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭക്തന്മാരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള ആ ഒരു അഭ്യർത്ഥനയോടെ ഞാൻ ഈ ക്ലാസിന്റെ ഇന്നത്തെ വിവർത്തനം ഇവിടെ ചുരുക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി, ഇത്രയുള്ള ഇന്നത്തേക്ക്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ആരും ഒന്നും പറയത്തില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല വിശദമായിട്ട് പ്രഭു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്നായ ക്ലാസ് ആയിരുന്നു കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. പ്രണാം. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ.
थैंक यू प्रभु। हरे कृष्णा। दंड प्रणाम। प्रभु कल्पतरुभ्यश्च कृपा सिन्धुभ्यः एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्णा। माता जी। हरे कृष्ण प्रभु हरे कृष्ण। थैंक यू प्रभु हरे कृष्ण।